അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. മലബാറിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സായുധ പോരാട്ടങ്ങളുടെ കഥയാണിത്. അപ്പോ എന്താണ് 1792 സംഭവിച്ചത്? അതൊരു നിർണായക വർഷമാണ്. ടിപ്പു സുൽത്താൻ മലബാറിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ അവിടെ ഒരു അധികാര ശൂന്യത രൂപപ്പെട്ടു. ഈ അവസരം മുതലെടുത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിന്റെ ഭരണം നേരിട്ട് ഏറ്റെടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങിയപ്പോൾ മലബാറിൽ ഒരേ സമയം രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ചെറുത്തുനിൽപ്പുകൾ ഉയർന്നുവന്നു. ഒന്ന് കോഴിക്കോട്ടെ സാമൂതിരിയുടെ കുടുംബത്തിൽ നിന്നും, മറ്റൊന്ന് വടക്ക് കോട്ടയത്തെ പഴശ്ശിരാജയിൽ നിന്നും. ശരി, നമുക്കാദ്യം കോഴിക്കോട്ട് എന്താണ് നടന്നതെന്ന് നോക്കാം. അവിടെ സാമൂതിരിയുടെ കുടുംബത്തിലെ പടിഞ്ഞാറെ കോവിലകം ശാഖ ബ്രിട്ടീഷുകാർക്കു മുന്നിൽ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അവർ തെരഞ്ഞെടുത്തത് പോരാട്ടത്തിന്റെ വഴിയായിരുന്നു. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രിട്ടീഷ് ഭീഷണി കാരണം മുൻപ് ശത്രുക്കളായിരുന്നവർ പോലും ഒന്നിച്ചു എന്നതാണ്. മാപ്പിള നേതാവായിരുന്ന ഉണ്ണിമൂത്ത മൂപ്പനും കോയമ്പത്തൂരിലെ ഗൗണ്ടർമാരും, എന്തിന് പാലക്കാട്ടെ രാജാവായിരുന്ന കുഞ്ഞച്ചൻ പോലും ഈ പോരാട്ടത്തിൽ കൈകോർത്തു. അതായത് കമ്പനി ഈ ഭീഷണിയെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് എടുത്തതെന്ന് നോക്കൂ. അവരെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് 5000 രൂപയാണ് വാഗ്ദാനം ചെയ്തത്. അന്നത്തെ കാലത്ത് അതൊരു ഭീമൻ തുകയായിരുന്നു, അല്ലേ? അങ്ങനെ ഈ രാജകുമാരന്മാരെ പിടികൂടാനുള്ള ദൗത്യമേൽപ്പിച്ചത് ക്യാപ്റ്റൻ ബിർച്ചാലിനെയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കമ്പനി സൈന്യം ഈ വിപ്ലവകാരികളെ തേടി ആനമല കുന്നുകളിലേക്ക് നീങ്ങി. ശരി, കോഴിക്കോട്ടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ വടക്കോട്ട് പഴശ്ശിയുടെ അടുത്തേക്ക് പോകാം. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷിയായിരുന്ന പഴശ്ശി എങ്ങനെയാണ് അവർക്കെതിരെ തിരിഞ്ഞതെന്ന് നോക്കാം. പഴശ്ശിയുടെ പോരാട്ടം തുടങ്ങുന്നത് ഒരു യുദ്ധത്തിലൂടെയല്ല, മറിച്ച് ഒരു ചതിയിലൂടെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ച അതേ പഴശ്ശിരാജയെ അവർ പൂർണ്ണമായും അവഗണിച്ചു. എന്നിട്ടോ കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന്റെ അമ്മാവിന് കൊടുത്തു. ഇത് പഴശ്ശിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപമാനമായിരുന്നു. ഇത് കേട്ട് പഴശ്ശി വെറുതെ ഇരുന്നില്ല. അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കമ്പനിയെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ആദ്യം കോട്ടയത്തെ നികുതി പിരിവങ്ങ് നിർത്തി. പിന്നെ 1795 ജൂൺ 28-ന് കമ്പനിയുടെ അധികാരത്തെ പരസ്യമായി ചോദ്യം ചെയ്തു. പോരാത്തതിന് ബ്രിട്ടീഷുകാർ ഒരു വിമതനായി പ്രഖ്യാപിച്ച നാടുവാഴിക്ക് അഭയം കൊടുക്കുകയും ചെയ്തു. ഈ ചെറുത്തുനിൽപ്പ് അടിച്ചമർത്താൻ വേണ്ടി കമ്പനി അയച്ചത് ലഫ്റ്റനന്റ് ഗോർഡനെയാണ്. പഴശ്ശിയെ അറസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. അപ്പോ ഒരു നികുതി പ്രശ്നമായി തുടങ്ങിയ സംഭവം പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിപരമായ വേട്ടയായി മാറി. അപ്പോ രണ്ട് ഭാഗത്തും ബ്രിട്ടീഷുകാർ പിടിമുറുക്കാൻ തുടങ്ങി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഈ രണ്ടു കൂട്ടരും രക്ഷപ്പെടാനായി ഉപയോഗിച്ചത് രണ്ട് വ്യത്യസ്തവും എന്നാൽ വളരെ ബ്രില്യന്റുമായ തന്ത്രങ്ങളായിരുന്നു. ഈ രണ്ട് തന്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് പടിഞ്ഞാറെ കോവിലകത്തെ രാജകുമാരന്മാർ. അവർ തിരുവിതാംകൂറിലേക്ക് തന്ത്രപരമായി രക്ഷപ്പെട്ട് അതിജീവനം ഉറപ്പാക്കി. മറുവശത്ത് പഴശ്ശിരാജ. അദ്ദേഹം വയനാടൻ കുന്നുകളിലേക്ക് പിൻവാങ്ങിയത് ഒളിച്ചോടാനല്ല, മറിച്ച് അവിടെയിരുന്ന് ഗറില്ലാ യുദ്ധം നയിക്കാനായിരുന്നു. ഇത് ബ്രിട്ടീഷുകാരെ ശരിക്കും ഒരു സ്തംഭനാവസ്ഥയിലെത്തിച്ചു. അപ്പോ എന്താണ് ഈ ഗറില്ലാ യുദ്ധം? നമ്മൾ ഒളിപ്പോർ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. പെട്ടെന്ന് ആക്രമിക്കുക, എന്നിട്ട് അപ്രത്യക്ഷരാവുക. ബ്രിട്ടീഷുകാർക്ക് തീരെ പരിചയമില്ലാത്ത വയനാടൻ കാടുകളിൽ ഈ തന്ത്രം ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. അവർക്ക് എവിടെ നിന്നാണ് അടി കിട്ടുന്നതെന്ന് പോലും മനസ്സിലായില്ല. ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്. പഴശ്ശി ഒറ്റയ്ക്കല്ലായിരുന്നു ഈ യുദ്ധം ചെയ്തത്. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് വിശ്വസ്തരായ നായർ പടയാളികളുണ്ടായിരുന്നു. പോരാത്തതിന് അമ്പേത്തിൽ വിദഗ്ധരായ കുറിച്യരും. അവർക്ക് ആ വയനാടൻ കാടുകൾ സ്വന്തം കൈരേഖ പോലെ അറിയാമായിരുന്നു. പഴയ ശത്രുവായ മൈസൂരിന്റെ സഹായം പോലും അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അപ്പോ അവരെന്തു ചെയ്തു? തന്ത്രം മാറ്റിപ്പിടിച്ചു. തോക്കിനു പകരം പണം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാര്യങ്ങൾ കൈവിട്ടുപോയപ്പോൾ ചെറിയ ഉദ്യോഗസ്ഥർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കൺ തന്നെ നേരിട്ട് ഇടപെടേണ്ടി വന്നു. പഴശ്ശിയുമായി സംസാരിക്കാൻ മധ്യസ്ഥനായി വന്നത് ചിറക്കൽ രാജയായിരുന്നു. അപ്പോ ഈ ഒത്തുതീർപ്പുകൾ എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. പടിഞ്ഞാറെ കോവിലകത്തിന് പ്രതിവർഷം 10,000 രൂപ അലവൻസ്, പഴശ്ശിരാജയ്ക്ക് 8,000 രൂപയും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കീഴടങ്ങലല്ല, മറിച്ച് സമാധാനത്തിനുള്ള ഒരു വിലപേശലായിരുന്നു. അതായത് മലബാറിലെ സമാധാനത്തിനു വേണ്ടി കമ്പനി പ്രതിവർഷം മുടക്കാൻ തയ്യാറായത് ആകെ 18,000 രൂപയാണ്. 10,000 കോഴിക്കോട്ടെ